ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കുർമയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു കുർമ റെസിപ്പിയാണിത്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും പിന്നെ പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ഡിഷാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കുർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള നാടൻ ഡിഷസിനൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു മുഴുവൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ഇടുക, വലുതാണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇതിൽ പച്ചമുളകും കുരുമുളകിൻ്റെയും എരിവ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഉള്ളിയുടെ ഒരു ട്രാൻസ്പാരൻ്റ് ആവുന്ന വിധത്തിൽ വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. അധികം ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാത്രം വഴറ്റിയെടുക്കുക, അല്ലാതെ കൂടുതലായിട്ട് വഴന്ന് പോകരുത്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 10-12 കാഷ്യൂസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു, അതുകൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇനി സെയിം പാനിൽ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെയോ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 2-3 ഗ്രാമ്പൂ, ഒരു വലിയ കഷ്ണം പട്ട, 3-4 ഏലക്കായ, പിന്നെ ഒരു വലിയ ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1 കിലോ ചിക്കനിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 കപ്പ് അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സവോളയുടെയും ഒക്കെയുള്ള ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 3/4 കപ്പ് ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സോളം കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫൈനലി കുറച്ച് ടൊമാറ്റോസ് ഒന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കൊരു 30 സെക്കൻഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുർമ ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.